ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഞാനൊരു ട്രിപ്പ് പോവാണ്. ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. എൻ്റെ 4ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം. ഈ 4 എന്നുള്ളത് 10, 15, 20, 100 ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പയ്യന്നൂരിൽ നിന്നാണ് ട്രെയിൻ കയറിയിട്ട് കാലിക്കറ്റിലോട്ട് പോകുന്നത്. അവിടെ നിന്നിട്ട് എയർപോർട്ടിലോട്ട് പോകണം. രാത്രി 12:30ക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. ട്രെയിൻ പകുതി എത്തിയപ്പോഴത്തേക്ക് തന്നെ ഞാൻ തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ എണീറ്റ് ജോലിക്ക് പോയി അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി അങ്ങനെ പോകുന്നതാണ്. ഒന്ന് ഉറങ്ങാൻ പോലും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിട്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടയർഡാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ബാഗും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അതൊക്കെ എടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് റഹ്മത്തിൽ പോയിട്ട് ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചു. ഇനി നേരെ എയർപോർട്ടിലേക്കാണ്. ഒരു ടാക്സി പിടിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു 3/4 മണിക്കൂർ ജേണിയാണ് കോഴിക്കോട് നിന്ന് എയർപോർട്ടിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലെത്തി. ഏകദേശം ഒരു 8:30, 9 മണി ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ ഗേറ്റിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം. വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും ലോഞ്ച് ആക്സസ് കാർഡ് ഉള്ളതുകൊണ്ട് എന്താ ഇതിൻ്റെ അകത്തുനിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ വലിയ നല്ല ഫുഡൊന്നും ആയിരുന്നില്ല. ചെറിയ സ്പ്രെഡായിരുന്നു. ഒരു റൈസ്, കറി, അതുപോലെ തന്നെ വെജിനൊരു ഐറ്റും സാലഡും പപ്പടും ഒക്കെ ആയിരുന്നു. ചെറിയ സ്പ്രെഡായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് പോയി. നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷം ഒരു അരമണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഒരു 12:45 ആയപ്പം ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇനി നേരെ മലേഷ്യയിലെത്തിയിട്ട് കാണാം. വലിയ രീതിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലൊന്നുമല്ല, തീരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു അരമണിക്കൂർ ഞാൻ കണ്ണടച്ച് തുറന്നപ്പോൾ കണ്ടത് ഈ ഒരു കാഴ്ചയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. കുറേ നാളിന് ശേഷം ഞാൻ സൺറൈസ് കാണുന്നത്. അങ്ങനെ നമ്മൾ മലേഷ്യ കുലാലംപൂർ എയർപോർട്ടിലെത്തി. അവരൊക്കെ ഫ്രഷപ്പ് ആവാൻ പോയി. ഞാൻ നല്ല ഉറക്കക്ഷീണത്തിലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷനും കഴിഞ്ഞ് ബാഗേജ് ക്ലെയിമും കഴിഞ്ഞിട്ട് പോകണം റൂമിലോട്ട്. അതിന് മുന്നേ നമ്മൾ സിം എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ താഴെ ഇമിഗ്രേഷന് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾക്ക് സിം കിട്ടും. സിമ്മിന് 25 റിംഗറ്റാണ് വരുന്നത്. അതായത് നാട്ടിലെ ഏകദേശം 500 രൂപേൻ്റെ അടുത്താണ് വരുന്നത്. അങ്ങനെ ബാഗേജ് ക്ലെയിമൊക്കെ ചെയ്ത് നമ്മളെ ഗൈഡ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കൈരളി ട്രെയിൽസ് എന്ന് പറയുന്ന പാക്കേജ് വഴിയാണ് നമ്മൾ മലേഷ്യയിലേക്ക് വന്നത്. അവർ വെറും മലേഷ്യ പാക്കേജസ് മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. എക്സ്ക്ലൂസീവ്ലി ഫോർ മലേഷ്യ ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. കുലാലംപൂർ എയർപോർട്ട് അത്യാവശ്യം വലുതാണ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ കാറ് വന്നു. നമ്മളെ പിക്ക് ചെയ്ത് ആദ്യം നമ്മൾ പോകുന്നത് ഒരു 3 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. കാരണം ഏർലി ചെക്ക് ഇൻ അവിടെയാണ്. ഇതിന് ശേഷം നമ്മൾ എവിടെയാണോ 4 ദിവസം നിൽക്കാൻ പോകുന്നത് ആ ഹോട്ടലിലോട്ട് പോകും. കാരണം അവിടുത്തെ ചെക്ക് ഇൻ വരുന്നത് 3 മണിക്കായതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഫ്രഷപ്പിന് വേണ്ടി എടുത്ത ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 മണി വരെയാണ് വരുന്നത്. അതിനുശേഷം ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫ്രഷപ്പൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഇപ്പം 11 മണി ആയിട്ടുണ്ട്. കാരണം ഇമിഗ്രേഷൻ്റെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ഒരുപാട് ലേറ്റായി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നേരെ നടന്ന് നമ്മൾ ഇന്ന് തന്നെ മലേഷ്യ ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ കേരള ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഗൈഡ്, നിങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നടന്നപ്പോഴാണ് കണ്ടത് ഒരു മിനി തമിഴ്നാട് തന്നെയായിരുന്നു. എവിടെ നോക്കുമ്പോഴും തമിഴിൽ എഴുതിയ സൈൻ ബോർഡ്സ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നോക്കി പോയി അവസാനം എത്തിയത് ശരവണ ഭവനിൽ തന്നെയാണ്. ശരവണ ഭവനിൽ കയറി 4 മസാല ദോശ കഴിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ മലേഷ്യയിൽ പോയി ശരവണ ഭവനിൽ പോകാൻ പാടില്ല. ഫുഡ് മോശമായതുകൊണ്ടല്ല, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര പൈസയാണ്. ഒരു മസാല ദോശയ്ക്ക് ഇവർക്ക് 200 സംതിങ് ആണ് മലേഷ്യയിൽ ഇവർ കോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മലേഷ്യയിൽ എത്തിയാൽ ഒന്നുകിൽ മലേഷ്യൻ ഫുഡോ സ്ട്രീറ്റ് ഫുഡോ കഴിക്കാൻ നോക്കുക. നമ്മുടെ നാട്ടിലത്തെ ഹോട്ടലിൽ കയറാണ്ട് നിൽക്കുക. ഇനിയിപ്പം നാട്ടിലത്തെ ഹോട്ടലിന് വേണമെന്നില്ലവർ അവിടെ കയറി കഴിക്കാമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും ഞാൻ പുതിയ മലേഷ്യൻ വ്ളോഗുമായിട്ട് വരും. അതുവരെ ബൈ.